അപ്പോൾ ഹലോ ഗൈസ്, രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് രാവിലെ ഡേ 2 ആണ് വയനാട്. നമ്മളിപ്പോൾ ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വയനാട് ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു സെഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് ട്രക്കിങ്ങിന് വേണ്ടി പോകണം. അവിടെയുള്ളൊരു ഡോർമെട്രിയിൽ വെച്ചിട്ടായിരുന്നു ക്ലാസ് നടന്നത്. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സാർ വന്നു, ക്ലാസ്സൊക്കെ തുടങ്ങി. 1 മണിക്കൂറത്തെ ഒരു സെഷനായിരുന്നു. സാറിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, പിന്നെ മൃഗങ്ങളെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. കുറച്ച് നേരം അതിനെപ്പറ്റി കേട്ടു. പിന്നെ സാറെടുത്ത് കുറേ ഫോട്ടോസൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിലാണെങ്കിൽ മിസ്സിൻ്റെ മോളുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടും കൂടെ അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് കളിക്കുന്നതാണത്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഇന്ത്യക്കാണ്ട് എടുത്തിട്ട് മുകളിലേക്ക് ഇടുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം സെറ്റായിട്ട് ഇരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ പക്ഷികളാണെങ്കിൽ പക്ഷികൾ പറക്കുന്നതിന് മുമ്പ് പൊതുവെ ഒരുവിധപ്പെട്ട പക്ഷികളൊക്കെ. അങ്ങനെ നമ്മുടെ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴോട്ട് നമ്മൾ ട്രക്കിങ്ങിനായിട്ട് പോവാം. നല്ല രസമുള്ള സ്ഥലം. ഹലോ ഗൈസ്, അഖിലേഷ് എനിക്കൊന്നും കാണുന്ന പോലും. വയനാട് ട്രിപ്പ് ഡേ 2. നിലമ്പൂരും മലപ്പുറം അല്ലേ? അങ്ങനെ നമ്മൾ ട്രെക്കിങ്ങിലാണ്. എല്ലാവരും വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. കുറേ നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. ശരിക്കും ഇതല്ലായിരുന്നു സ്പോട്ട്. കുറച്ചും കൂടെ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടെയായിരുന്നു നമ്മൾ പോയത്. അത്യാവശ്യം നടന്നു. ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ടപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ അതിൽ കളിക്കുന്ന വീഡിയോ ഒന്നും എൻ്റെ ഇല്ല, കാരണം വെള്ളത്തിലിറങ്ങുന്നതിൻ്റെ ഫോൺ അങ്ങനെ എടുത്തില്ലായിരുന്നു. കുറേ നേരം വെള്ളത്തിനുള്ളിൽ നിന്നു. എന്നിട്ട് തണുത്ത് ഉറച്ചാണ് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കാണുന്ന പുഴയിലിറങ്ങി കുളിച്ചു. ഒരു പരിപാടിയുണ്ട്, ഇറക്കി. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് അദ്വൈതിൻ്റെ കാലിൽ അട്ട അടിച്ചത് കണ്ടത്. ഞാൻ തണുത്തിട്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഫോണിങ്ങനെ ഷേക്കാവുന്നത്. ഹായ്, ഞാൻ വരയ്ക്കുന്ന ഫുള്ള്. എൻ്റെ കൺമശിയൊക്കെ പടന്നിട്ട് ഇല്ല, കൺമശി ഇല്ല. ഞാൻ മറ്റേ ദിഗംബരനെ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഫുഡ് കഴിച്ച് നമ്മളിവിടെ നിന്ന് നേരെ കോഴിക്കോട് പോവും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും. കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഇത് അവിടുത്തെ ഒരു കോട്ടേജ് പോലത്തെ ഒരു ഇതായിരുന്നു. അവിടുത്തെ വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് എല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആവുകയും ഫുഡ് കഴിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷമാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മളവിടെ നിന്ന് ഒരു 4 മണിക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇനി ബസ് ഇരിക്കുന്നിടത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങായിരുന്നു. ഇപ്പോൾ തിരിച്ച് വരുന്ന വഴി അവിടെ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ ഇറങ്ങി അങ്ങനെ ഒന്നും മേടിച്ചില്ല, കാരണം ഞാൻ ഓൾറെഡി സാധനം അതിന് മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അങ്ങനെ ഒന്നും മേടിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ
മെയിനായിട്ടൊന്നും മേടിച്ചിട്ടില്ല അവിടുന്ന്. പിന്നെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഹെയർ പിൻ ഇറങ്ങുന്നത്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ കോഴിക്കോട് ബീച്ചിലാണ് നിർത്തിയത്. പിന്നെ എല്ലാവരും കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് പലരും പല വഴിക്ക് പോയി. നമുക്കൊരു 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ബീച്ചിൽ പോയി അങ്ങനെ 1 മണിക്കൂർ അവിടെയൊക്കെ നിന്നിട്ട് തിരിച്ചു വരുന്ന വഴി കേട്ടോ ഞാൻ ഉപ്പിലിട്ട് മാങ്ങയൊക്കെ മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബസ് എത്തിയെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ ബസ് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ കിഷോറിനൊക്കെ കണ്ടു. പിന്നെ അവരുടെ കൂടെ അവിടെ ഇരിക്കുന്നു. ഇത്രയും നേരം ഇല്ല, ഇടൂല. അതെ, എന്തിനാണ് ബീച്ച് കണ്ടോണ്ടിരിക്കുന്നു കൈ? ഇല്ല, കണ്ടില്ല. അതെ, കാണുന്നില്ല, തിരിയില്ല. ബീച്ചില്ല. ഒച്ച കേട്ടോ നിങ്ങൾ? അതെ, അതാ തിരമല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ വരിക, പൈസ കൊടുത്താൽ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നു, കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്നു. അപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ച് ബസ്സിലേക്ക് പോവാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കളിക്കാൻ തരുമോ? അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടി വൈറ്റ് ഹൗസിൽ വന്നിരിക്കുന്നു. മലബാർ വൈറ്റ് ഹൗസ്. അതെ, ട്രംപിൻ്റെ വൈറ്റ് ഹൗസ് ആണ്. ട്രംപിന് അമേരിക്കയിലാണ് വൈറ്റ് ഹൗസ്, ഞങ്ങൾ കൂടെ മലബാറിലാണ് വൈറ്റ് ഹൗസ്. ഇപ്പം ഞങ്ങളുടെ കൂടെ ദേവു ആര്യന് ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ വിശന്ന് പണ്ടാരം തുടങ്ങിയിരിക്കുകയാണ്. ദേവുന് വർഷക്കുന്നില്ല പറഞ്ഞത്. കുറെ മണിക്കൂറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല പറഞ്ഞത്. കാശുള്ളവൻ ഓടിക്കാറ് വാങ്ങുമ്പോൾ കാശില്ലാത്തവൻ ഞങ്ങളെ പോലുള്ള ഓടിച്ചാടി നടക്കും. ഫുള്ള് കേക്കാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ചെറിയ ബ്രേക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി മേടിക്കാമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കോഴിക്കോട് ഹലുവയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂരെത്തി. അവിടെ ഒരു 2 മണിക്കൂർ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വണ്ടിയിലിരുന്ന് ബോറടിച്ചപ്പോൾ ഇവരുടെ അന്ന് ഇറങ്ങുന്ന ഇവരോടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നെടുമ്പാശ്ശേരി എത്തിയപ്പോൾ അവിടെയും കുറച്ച് നേരം നിർത്തിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പേര് എന്നാൽ എയർപോർട്ടിന് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു. കോളേജിൽ തന്നെ നിൽക്കുമായിരുന്നു, കാരണം ഫസ്റ്റ് അവരുടെ ക്ലാസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അവരുടെ ക്ലാസ്സിലിരുന്നിട്ടാണ് എല്ലാവരും പോകുന്നത്. അങ്ങനെ നമ്മുടെ ടൂറ് ഫൈനലി തീർന്നു. മാത്രം കോളേജിലേക്ക് എടുക്കാൻ പോവുകയാണ്.